ഈ ഒരു വീഡിയോ നല്ലൊരു മെസ്സേജാണ് കേട്ടോ. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ആര് ഷെയർ ചെയ്യുന്നോ, ആര് ഈ വീഡിയോ കണ്ട് നന്നാവുന്നൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും വെറുതെ ഒന്ന് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചുവന്ന ചുരിദാറിന് ചുവന്ന ചുണ്ടും പച്ച ചുരിദാറിന് പച്ച ചുണ്ടും ഇങ്ങനെ പെരട്ടി ഈ കുന്നുമക്കരയിലൂടെ നടക്കുമ്പോ ആ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ആ സാധനത്തിൽ പിന്നെ മെർക്കുറിയുടെ അംശമുണ്ട് എന്ന്, മെർക്കുറി ഒരു മില്ലി മൈക്രോ മില്ലി ഈ മെർക്കുറി വയറ്റിലേക്ക് ചെന്നുപോയാൽ ആ കുട്ടിയുടെ വൃക്ക തകരാറിലാകുമെന്ന് ഈ 17 വയസ്സുകാരിയോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ പിന്നെ സ്കൂളിൽ നിന്ന് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് സ്കൂളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് പേഷ്യന്റ് ഉള്ളത് കേരളത്തിലാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഡയാലിസിസ് സെന്റർ ഉള്ളത്. ഡയാലിസിസ് സെന്റർ തുടങ്ങുമ്പോഴല്ല, കൂടുതൽ ഡയാലിസിസ് സെന്റർ ഉണ്ടാകുമ്പോഴല്ല ഈ നാടിന്റെ വളർച്ച. ഡയാലിസിസ് സെന്ററുകളുടെ എണ്ണം കുറച്ച് ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യ വിഭാഗം കൂടെ ഉടലെടുക്കുമ്പോഴാണ് ഈ നാട് വിജയിക്കുന്നത്, സക്സസ് ആവുന്നത് എന്നുള്ള ബോധം എന്റെ മുമ്പിൽ ഇരിക്കുന്ന രക്ഷാകർത്താക്കൾക്ക് ഉണ്ടാവണം. അവിടെയും ഈ ലിപ്സ്റ്റിക് ഇടുന്ന എന്തിനാന്ന് ആലോചിച്ചോക്ക്. എന്തിനാ ലിപ്സ്റ്റിക് ഇടുന്നത്? നാട്ടുകാരെ കാണിക്കാൻ. ആ പറഞ്ഞതും ഒരു കറക്റ്റാണ്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്നെ 4 ആൾ നോക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണല്ലോ, അല്ലേ? അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ പെൺകുട്ടികൾക്കുള്ള നല്ലൊരു മെസ്സേജാണ് ഈ ഒരു വീഡിയോ. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ കേട്ടിട്ട് ആരും ഇപ്പോൾ ലിപ്സ്റ്റിക് അടി നിർത്താനൊന്നും പോകുന്നില്ല. എന്നാലും